ഹായ്, ഇന്നത്തെ ചർച്ചാ വിഷയം മൈഗ്രെയിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാവുന്നു, അത് വരാതിരിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. മൈഗ്രെയിൻ ശരിക്കും പറഞ്ഞാൽ വാതപിത്താധികമാണ് മെയിൻലി വരുന്നത്. നമ്മളിപ്പം ഭക്ഷണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഭക്ഷണം ദഹിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉറക്കം ശരിയാവാണ്ട് വന്നു കഴിഞ്ഞാൽ, പിന്നെ ഓവറായി ട്രാവൽ ചെയ്യുക, സ്ട്രെയിൻ ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വാതം വായു നല്ലോണം കൂടും. അത് കൂടുമ്പോൾ എന്താവും, ഈ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ പിത്താധിക്യം, അസിഡിറ്റി കൂടുതലുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ, എരിവുള്ള ഫുഡ് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോൾ, അതായത് വയറ്റിൽ പോകുന്നത് ക്ലിയർ ആവാണ്ട് വെക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ നിങ്ങൾക്കൊരു കാരണമായിട്ട് മനസ്സിലാവും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വയറ്റിൽ നിന്ന് പോകുന്നത് ക്ലിയർ ആക്കുക, ഭക്ഷണം കറക്റ്റ് ടൈമിന് കഴിക്കുക, എരിവ് പുളി അധികം കഴിക്കാതിരിക്കുക, ഉറക്കം നോർമലാക്കാൻ ശ്രമിക്കുക, സ്ട്രെസ്സ് കൂടുതൽ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മൈഗ്രെയിൻ വരാതിരിക്കാൻ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. പിന്നെ മൈഗ്രെയിൻ വരുന്നത്, നമ്മൾ മൈഗ്രെയിനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റൊന്ന് വെച്ചാൽ കണ്ണിൻ്റെ സ്ട്രെയിൻ വരുമ്പം അത് നമ്മൾ മൈഗ്രെയിനായിട്ട് തോന്നും. സൈനസ് ഹെഡേക്ക് അത് വേറെ തന്നെ ഹെഡേക്കാണ്. അപ്പോൾ ഇത് മൈഗ്രെയിനായി തെറ്റിദ്ധരിക്കും. മൈഗ്രെയിൻ നിങ്ങളിങ്ങനെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതിന് പകരം ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആദ്യം ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ശരീരത്തിലെ നാഡികളുടെ ശക്തി വർദ്ധിക്കാൻ അണുതൈലം പോലത്തെ നാസൽ ഡ്രോപ്സ് ആയുർവേദ കടയിൽ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ടിട്ട് നാസൽ ഡ്രോപ്സ് 2 തുള്ളി വീതം രാവിലെ എണീറ്റ് വയറ്റിൽ നിന്നൊക്കെ പോയി ക്ലിയർ ആയതിനു ശേഷം 2 തുള്ളി വീതം 2 മൂക്കിൽ ഒറ്റിച്ച് കഴിഞ്ഞാൽ തന്നെ, ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് അറിയാൻ തുടങ്ങും. അതേപോലെ തന്നെ വായുവിൻ്റെ ദോഷവും കൂടി കുറയ്ക്കണം. അതായത് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് കെട്ടിക്കിടക്കുന്നതും കൂടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വയറ് ക്ലിയർ ആക്കി ഗ്യാസിൻ്റെ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും. അസിഡിറ്റി റെഗുലേറ്റ് ചെയ്യുക, വായുവിടെ ഉപദ്രവവും കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നുണ്ടോ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.